BJP ആണ്. ആരെ കിട്ടിയാലും എടുക്കും. ശശി തരൂരിനെ കിട്ടിയാൽ യാതൊരു പ്രയാസവും എടുക്കും. AK ആന്റണിയുടെ മകനെ സ്വീകരിച്ച പാർട്ടിയാ. അത് ദേശീയ സെക്രട്ടറി ആക്കിയ പാർട്ടിയാ. പാർട്ടി സംഘടനാ പ്രവർത്തനവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ ദേശീയ സെക്രട്ടറി ആയിട്ട് എടുത്ത പാർട്ടി. അവർക്ക് ലാഭമാണ്, പൊളിറ്റിക്കൽ ലാഭം, അതാണ് നോക്കുന്നത്. ഒരു പക്ഷേ നിഷാദെ അദ്ദേഹം നാളെ കോൺഗ്രസുമായി കലമ്പി അല്ലെങ്കിൽ തർക്കിച്ച് അത് MP സ്ഥാനം രാജിവെക്കുന്നു എന്ന് വിചാരിക്കുക. വേണമെങ്കിൽ അദ്ദേഹത്തിന് തുടരാൻ പറ്റത്തില്ല. രാജിവെച്ചാൽ കൂറുമാറ്റ നിയമപ്രകാരം അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെടും. അത് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തു നിന്ന് അദ്ദേഹത്തെ വേണമെങ്കിൽ രാജ്യസഭയിലേക്ക് കൊണ്ടുവരാം. എത്ര സംസ്ഥാനങ്ങളിൽ അവർക്ക് ഭൂരിപക്ഷമുണ്ട്? ഒരു 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 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ കൊണ്ടുവരാം. അദ്ദേഹത്തിനെ ശശി തരൂർ ഇന്നയിടത്തേക്ക് പോയിക്കൂടാ എന്നൊന്നും ശ്രമിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. തരൂർ ഇതുവരെ പറഞ്ഞ ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ എന്താ, ഇവിടെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ അവർക്ക് ശ്രമിക്കാം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ CPM ഒക്കെ ഏത് നിലപാടെടുക്കും? തരൂരിനെ പോലുള്ള അടച്ച് പിന്തുണയ്ക്കുമ്പോൾ തരൂർ ഉണ്ടാക്കി വെച്ച അപകടങ്ങളെക്കുറിച്ചും ഉണ്ടാക്കാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ചും CPM രാഷ്ട്രീയമായ ജാഗ്രത കാണിക്കുന്നുണ്ടോ എന്നാണ്